ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പാരീസിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് കുറച്ച് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് പാരീസിൽ തന്നെ ഒരു ട്രെയിൻ യാത്രയാണ്. ഇപ്പം നമ്മൾ പാരീസിൻ്റെ ഒരു ഔട്ടർ ലെയറിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പോകാൻ ലൊക്കേഷൻ സെർജി സെൻ ക്രിസ്റ്റഫർ. നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊയ്സി 4 മിനിറ്റ്, സെർജി ലേഹ അപ്പോൾ അത് 8 മിനിറ്റ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലൊക്കെ നമ്മൾ പോകുന്നത്. ട്രെയിൻ ലൈൻ എ ആണ് നമ്മൾ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ കൂടെ കോ പാസഞ്ചർ മിസ്റ്റർ പ്രഭാകരനാണ്. സോ ഇത് പാരീസിലെ വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷനാണ് ഷാത്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റേഷനിലേക്ക് പോകാം. അത്യാവശ്യം നമുക്ക് ക്യാമറ ആൾക്കാരുടെ നേരെ പിടിക്കാനായിട്ട് പറ്റത്തില്ല, ബിക്കോസ് ഇവിടെ പ്രൈവസി നല്ലപോലെ പ്രൊട്ടക്റ്റഡ് ആണ്. നോക്കൂ, ഇതാണ് RER-B എന്ന് പറയുന്നത്. എയർപോർട്ട് സൈഡിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. RER-B ട്രെയിൻ ലൈൻ B ആണ് ഇത്. ട്രെയിൻ ലൈൻ B. നമ്മൾ പിടിക്കാൻ വന്ന ട്രെയിൻ ലൈൻ A ആണ്. ഇത് എയർപോർട്ടിലേക്കുള്ള ട്രെയിനാണ്. ഷാർദഗോൾ എയർപോർട്ട്, പാരീസിലെ മെയിൻ എയർപോർട്ടാണ് ഷാർദഗോൾ എയർപോർട്ട്. സ്ഥലത്തേക്കുള്ള ട്രെയിൻ പോകുന്നതാണ് ട്രെയിൻ ലൈൻ B. സോ നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. എല്ലാം കൂടുതലുണ്ട്. നമുക്ക് പോകേണ്ടത് ട്രെയിൻ ലൈൻ A ആണ്. അപ്പോൾ ട്രെയിൻ ലൈൻ B-യുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ട്രെയിൻ ലൈൻ B. നമുക്ക് പോകേണ്ട ഡയറക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിലാണ് ഇപ്പോൾ വരാൻ പോകുന്ന ട്രെയിൻ പോകുന്നത്. പൊയ്സി എന്ന് പറയും. നമുക്ക് പോകേണ്ടത് സെർജി ലേഹയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 മിനിറ്റ് ആണ് കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ട്രെയിനിൻ്റെ ഒരു ചാർട്ട് വന്നിട്ടുണ്ട്. ഷാത്ലേ, ഊബർ, ഷാർദഗോൾ, അങ്ങനെ കറങ്ങി ലാസ്റ്റ് സെർജി സെൻ ക്രിസ്റ്റഫ്. അപ്പം ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇതൊരു പാരീസിൻ്റെ ഔട്ടർ ഒരു ഏരിയ ആണ് സെർജി സെൻ ക്രിസ്റ്റഫ് എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഒരു ഷാർദഗോൾ ഒബേർ വരെ, അവിടെ വരെ പാരീസിൻ്റെ ആ റൗണ്ട് എടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ റൗണ്ട് കണ്ടില്ലേ? നമ്മൾ ട്രെയിനിന് ഏകദേശം 2 മിനിറ്റ് കൂടെ. ഗൈസ്, നമ്മുടെ ട്രെയിൻ അങ്ങനെ അഷേർ വില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഹിൽ ഏരിയ ആണ് ഒരു ഏരിയ. അത്ര ഹില്ല് കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അഷേർ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, നോക്കൂ, ചരക്കുകൾ കടത്തുന്ന ഒരു ട്രെയിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ സെർജി സെൻ ക്രിസ്റ്റഫിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ബ്രൈറ്റാണ് ക്ലൈമറ്റ്. ബസ് നമ്പർ ഏതാ ബ്രോ? 1201 ആണ് നമ്മുടെ ബസ്. 1201 ആണ് നമ്മുടെ ബസ് വരുന്നത്. സോ നമ്മൾ നേരെ ബസ് പിടിക്കാനായിട്ട് പോവാണ്. ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട് നടക്കാനായിട്ട്? ഹൗ മെനി മിനിറ്റ്? 1 മിനിറ്റ് ആണ് നമ്മുടെ ബസ് ടെർമിനലിലേക്കുള്ള ദൂരം. നമുക്ക് പോകാനുള്ള ബസ് ഇതായിരുന്നേ. ഇത് തന്നെ ബസ്. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഈ ബസ്സിൽ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പാരീസിൻ്റെ ഒരു ഔട്ടർ സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം പാരീസിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ഔട്ടറിലാണ് നിൽക്കുന്നത്. നമ്മളുടെ ഫ്രണ്ട് പ്രഭാകർജിയോട് കൂടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി പുള്ളിക്ക് എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനാണ് നമ്മളിവിടെ വന്നത്. അത്യാവശ്യം നല്ലൊരു സീനറിയാണ്. സിറ്റിയിൽ നിന്നൊക്കെ 40 കിലോമീറ്റർ ഔട്ടറിലേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഹിൽ ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്തുള്ള മാതിരിയിട്ടുള്ള വീടുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് ഒരു സൈഡ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് വീടൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് സ്വന്തമായിട്ട് കാറെങ്കിലും വേണം. കാരണം ട്രാൻസ്പോർട്ടേഷൻ നൈറ്റ് ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. എങ്കിലും ഓൾമോസ്റ്റ് ഒരു 11 PM വരെ ഒക്കെ ഉണ്ട്. പക്ഷേ നൈറ്റ് ബസ് നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഔട്ടറിൽ കുറേ കൂടിയൊക്കെ പാരീസിൽ നിന്ന് ഔട്ടറിലേക്ക് മാറുകയാണെങ്കിൽ നൈറ്റ് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സൈഡിലെ വീടുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ടല്ലേ.
പിന്നെ പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മുടെ നാട്ടിൽ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുന്നിലേക്ക് കുറച്ച് ഷെയ്ഡ് പോലെ കാണും. ഉദാഹരണത്തിന് മഴ പെയ്താൽ കയറി നിൽക്കാൻ പറ്റും. പക്ഷേ സ്റ്റെപ്പുണ്ട് ഗൈസ് ഇപ്പോൾ വീണാൻ. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ പറ്റുകയില്ല. കാരണം ഇവിടെ എങ്ങനെയാണോ വീട് നിർമ്മിക്കുന്നത് അതിനോട് എത്രയാണോ പ്രോപ്പർട്ടി ഉള്ളത് ഏകദേശം അതിനോട് ചേർന്നിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തിരിച്ച് ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബ്രോ, എത്ര മിനിറ്റ് ബസ്സിന്? 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 12 മിനിറ്റ്. അപ്പം ബസ് സ്റ്റോപ്പ് കൊണ്ട് നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് ഓഷൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. ഓഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരീസിലെ വേൾഡ് വൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പാരീസിൽ എല്ലായിടത്തും തന്നെയുള്ള അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റിലാണ് അവരുടെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ. ഇവിടെ വന്ന് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ പ്രഭാകരജി ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് ചിക്കൻ പല രൂപത്തിൽ തന്നെ കിട്ടുന്നതായിരിക്കും. കിലോ 2.50. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ചിക്കൻ്റെ ഇവിടുത്തെ റേറ്റ്. പോലെ ഫിലോ ചിക്കൻ്റെ കാല് 1 കിലോ. എത്ര കിലോ? 1 കിലോ അല്ലേ? 1 കിലോ 4.99. ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയൊരു ഔട്ട്ലുക്ക്. എന്താണ് നമ്മുടെ ഈ ഒരു വീഡിയോ കുറേ നാളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരുന്നു, അതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നമുക്കുണ്ട്. അതിൻ്റെ ഒരു ടീമിലാണെങ്കിൽ പോലും പാർട്ട് ടൈം പറ്റുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പാർട്ട് ടൈം കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് കഴിഞ്ഞാൽ നമ്മളെ കൂടെ പറ്റുന്ന ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ട്രാം. ട്രിവാൻഡ്രം ലൈറ്റ് ട്രാം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് ഈസ് മീ സാജൻ ആൻഡ് സൈനിങ് ഔട്ട് ഫ്രം സാജൻ വ്ലോഗ്.